എല്ലാവർക്കും പ്രഭാത ടാരറ്റ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് എന്ത് മെസ്സേജസ് ആണ് വരുന്നതെന്ന് നോക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുമോ, ഒരു ലൈഫ് പാർട്ട്ണർ എനർജി അവർക്കുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ചിലപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അതിനാൽ ആർക്കും റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, ലൈഫ് ലോങ് ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾക്കിടയിലെ കറണ്ട് ബോണ്ടിങ് എനർജി എന്താണ്, കറണ്ട് ബോണ്ട് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷനിലെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഈ റിലേഷനിൽ? അവർ സീരിയസ് ആണോ അതോ വെറുതെ ടെമ്പററി ആയിട്ടാണോ ഇപ്പോൾ ഈ റിലേഷനെ അവർ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡെവിൾ എന്ന കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നീട് ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷന് സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ എന്നാണ് നോക്കുന്നത്. ഭാവിയിൽ ഈ റിലേഷൻ നന്നായി പോകുമോ, ഈ ഒരു റിലേഷന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുമോ എന്നും കൂടി നമുക്ക് നോക്കാം. നമുക്ക് എയ്റ്റ്സ് ഓഫ് സോർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. കാണാനുണ്ടല്ലോ അല്ലേ കാർഡുകളൊക്കെ. പിന്നീട് എന്താണ് നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ചലഞ്ച്? ഈ ഒരു റിലേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ചലഞ്ച് നേരിടേണ്ടി വരുമോ? എന്തായിരിക്കും ആ ഒരു ചലഞ്ച് എന്നാണ് നോക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നീട് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാനുള്ള എനർജി അവർക്കുണ്ടോ എന്നാണ് നോക്കുന്നത്. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാനുള്ള എനർജി അവർക്കുണ്ടോ എന്ന് നോക്കുമ്പോൾ പേജ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കാർഡുകളും നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ ആദ്യം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിടയിലെ കറണ്ട് ബോണ്ട് എനർജി എന്താണെന്ന് നോക്കുമ്പോൾ ഇത് ഒരു കർമ്മ ബേസ് ചെയ്തിട്ടുള്ള എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനി ബേസ്ഡ് ആയിട്ടാണ് ഇവിടെ കാണാനുള്ളത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ വരാം. അതല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻ ഓൺ ഓഫ് ഒരു പാറ്റേണിലായിരിക്കാം. ചിലപ്പോൾ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നും, ചിലപ്പോൾ ഇത് ഇതോടെ തീർന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാം. ഇങ്ങനെ ഒരു പാറ്റേൺ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ വിധി പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കണക്ഷനും ആയിരിക്കാം. ഈ ബന്ധം നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് പോലെ വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമുക്കിവിടെ അറിയാൻ ഇപ്പോൾ കഴിയുന്നില്ല ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ. പക്ഷേ ചേഞ്ച് വരാം, എനർജിയിൽ ചേഞ്ച് വരാനുള്ളൊരു സാധ്യത നമുക്ക് ഈ കാർഡ് വരുമ്പോൾ പറയാം കേട്ടോ. പിന്നെ ഡെവിൾ എന്ന കാർഡാണ് പിന്നെ വന്നത്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, ഈ ഒരു റിലേഷനിൽ അവർ സീരിയസ് ആണോ അതോ വെറുതെ ടെമ്പററി ആണോ എന്ന് നോക്കുമ്പോൾ ഡെവിൾ എന്ന കാർഡ് വന്നു. വളരെയധികം ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട് അവർക്ക് നിങ്ങളോട്, ഒരു ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. പക്ഷേ ഒരു ഹെൽത്തി കമ്മിറ്റ്മെൻറ്റ് ഇവിടെ കാണാനില്ല, ഒരു അറ്റാച്ച്മെൻറ്റും കാണാനില്ല എന്നാണ് വേണം പറയാൻ. ഒരു കുറച്ച് കാലത്തേക്ക് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ഈ ഒരു റിലേഷനിൽ ഉണ്ടാവാം. അതിനപ്പുറം നമുക്കിവിടെ ഒരു സീരിയസ്നെസ് നമുക്ക് കാണാനില്ല, ഒരു സീരിയസ്മായി
മാരേജ് മൈൻഡ് സെറ്റ് ഒന്നും ഇവിടെ ഇല്ലയെന്ന് തന്നെ പറയാം. അങ്ങനെയൊന്നും ക്ലിയറായി നമുക്ക് കാണുന്നില്ല. ഒരു കൺട്രോൾ ചെയ്യുന്ന എനർജി, അതുപോലെ ഈഗോ ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് ഏസ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബന്ധം ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുമോ എന്നാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ലോങ് ടേമിലേക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ചില സത്യങ്ങൾ പുറത്തു വരണം, ഒരു ക്ലാരിറ്റി വേണം ഈ ഒരു റിലേഷനിൽ എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്കിടയിൽ ആശയവിനിമയം വളരെ കുറവാണ്. അപ്പോൾ ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇതിവിടെ ബ്രേക്കായി പോകാനുള്ള ചാൻസസും കാണാനുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഷാർപ്പായിരിക്കണം. ചില സത്യങ്ങളൊക്കെ നിങ്ങൾ തുറന്നു പറയണം. നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ മറ്റേ വ്യക്തിയായിരിക്കും. ചില കാര്യങ്ങൾ ചിലപ്പോൾ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം, അതൊക്കെ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഒരു സ്റ്റെബിലിറ്റി പോസിബിൾ ആണ്. അതെങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു റിലേഷൻ ആയാലും മാത്രമായിരിക്കും ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷനിൽ വരിക. നിങ്ങൾക്ക് ഇല്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈ ഒരു റിലേഷൻ കട്ടായി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നീട് നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരിടേണ്ടി വരുന്ന മെയിൻ ചലഞ്ച് എന്താണെന്ന് നോക്കുമ്പോൾ ചില സീക്രറ്റ്സ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷനിൽ, അല്ലെങ്കിൽ ഒരാൾ സൈലൻ്റ് ആയിട്ടിരിക്കാം. ഇമോഷൻസൊക്കെ അവർ ഹൈഡ് ചെയ്യാനുള്ള സാധ്യത നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ. അപ്പോൾ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പോലും നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അതുപോലെ ഉള്ളിലുള്ള തോന്നലുകളെയൊക്കെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോവുക, അതൊന്നും പുറത്ത് പറയാതിരിക്കുക. ചില സത്യങ്ങൾ മറച്ചു വയ്ക്കാനുള്ള ഒരു സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ്റെ കാര്യത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആവും എന്നാണ് മനസ്സിലാവുന്നത്. ഇതാണ് നിങ്ങൾ നേരിടുന്ന ഒരു മേജർ ചലഞ്ചായിട്ട് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് പേജ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പേജ് ഓഫ് വൺസ് വരുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാനുള്ള എനർജി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് നിങ്ങളോട് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കണക്ഷനാണ്, പക്ഷേ ഇമേച്വർ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. മെച്യൂരിറ്റി കുറവുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. അതേപോലെ അൺസ്റ്റേബിൾ ആണ് ഈ ഒരു വ്യക്തി എന്ന് പറയാം. അപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണർ എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാനില്ല. ഒരു ചെറിയ ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് ഇവിടെ ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീരിയസ്നെസ്സും ഇവരിലില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ലോങ് ടൈം സ്റ്റെബിലിറ്റി ഇപ്പോൾ വളരെ വീക്കായിട്ടാണ് ഈ ഒരു റിലേഷനിൽ നമുക്ക് കാണാനുള്ളത് കേട്ടോ. ഇവിടെ ലൈഫ് പാർട്ട്ണറുടെ എനർജി സ്ട്രോങ് ആയിട്ടുള്ള കാർഡുകളൊന്നും തന്നെ വന്നിട്ടില്ല. അതിനാൽ ഒരു ലോങ് ടേമിലേക്ക് ഈ ഒരു റിലേഷൻ നീണ്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.